ഈ സ്പീഡിലൊന്നും ആരൊന്നും തിരിച്ചു പോകുമ്പോണ്ടാവില്ല. എൻ്റെ ചെറുക്കന്മാരുണ്ടല്ലോ തള്ളാനും പിടിക്കാനൊക്കെ. നമുക്കങ്ങനെ കിട്ടാൻ നോക്കാം. എടാ മീനടാ കോല, എടാ മെല്ലെ മെല്ലെ. ഗുഡ് മോർണിംഗ് യൂട്യൂബ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു ഫിഷിംഗ് ആണ്. ഒന്നുമില്ല, സമയം പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൈ ചൂണ്ടയും കൊണ്ട് തോട്ടിൽ കൂടെ ഇറങ്ങാം. സോ എൻ്റെ 2 അയൽവക്ക പയ്യന്മാരെ കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്, അനു അജുവും. സോ അതാണ് ഇന്നത്തെ വിഷ്വൽസ്. ഇവിടെ അടുത്ത് ചെറിയൊരു പുഴയുണ്ട്, ചെറിയൊരു തോടൊക്കെ ഉണ്ട്. സോ ആദ്യം തോട്ടിൽ പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കണം. അവിടുന്ന് കിട്ടില്ലെങ്കിൽ പുഴയിൽ പോകണം. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും, ചിലപ്പോൾ ഒന്നും കിട്ടത്തായിരിക്കില്ല. 90% ഒന്നും കിട്ടാതിരിക്കാനാണ് സാധ്യത. ബിക്കോസ് ഞങ്ങളിങ്ങനെ ചുമ്മാ ഇറങ്ങലാണ് പലപ്പോഴും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. പക്ഷേ ഇത് നമുക്കിനിയിപ്പോൾ ചൂണ്ടൊക്കെ മേടിക്കണം. അതിനിപ്പോൾ അവന്മാർ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ചൂണ്ടൊന്നും മേടിക്കാൻ അവരുടെ കൂടെ പോകുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗോപ്രോ സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരുപാട് ചോദ്യങ്ങളാവും. അതൊക്കെ ഉണ്ടാണ്. ഇന്നിപ്പോൾ ലേശം മഴ കുറവുണ്ട്. എൻ്റെ ചേച്ചി എനിക്ക് പണിയുടെ ഇപ്പം എന്താണ് ഇടിച്ചു കഴിഞ്ഞാൽ, ഈ വയസ്സായവർ ഇടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറ്റും. പിന്നെ നമ്മളാകെ ഇടങ്ങേറാവും. ഇതെന്താ അവർ തിരിച്ചു വരണേ? ഈയടാ ആണല്ലോ, കയ്യിലും മണിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ പെരി തന്നെ തോന്നുന്നു. ഓടിക്കണം അങ്ങോട്ട് ഓടിയോ? ഞാൻ കണ്ടൂല്ല. എന്നിട്ട് ഓൻ പീസ് ഇടുന്നുള്ളതിന് എടുത്ത് ഓരതാണത്. എന്നാ അതിൻ്റെ ഉള്ളിൽ കയറി പോയിക്കോളും. ഈ മഴയത്ത് ആകെ തണുത്ത് ഉണ്ടാവും. ഓരതായത് അല്ലെങ്കിൽ പിന്നെ ഒരു പൊണ്ട് കളയും. പെര് 2-3 ഉണ്ട്. ഇനിയിപ്പോൾ ഉമ്മ അങ്ങോട്ട് കൊടുന്നു കഴിഞ്ഞാൽ ഉമ്മ എന്നെ മിക്കവാറും പോയോ തിരിച്ചു വരുമ്പോൾ നോക്കാം. അവിടെ തന്നെ അങ്ങനെ ആരതും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. ഈ ഒരു കുഞ്ഞു തോടാണ് ഫസ്റ്റ് ലൊക്കേഷൻ. ഇവിടെ വല്ലതും കിട്ടുമോ നോക്കണം. എന്നാൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ തോട്ടിൽ പോകണം. നമ്മളാദ്യം കുറച്ച് സാമഗ്രികളൊക്കെ മേടിക്കണം. ഐ മീൻ ചൂണ്ടയൊക്കെ മേടിക്കണം. ചൂണ്ട ഈർപ്പെല്ലാം മേടിക്കാണ്ട് അത് കെട്ടണം. ഡാഡിയുടെ വണ്ടിയാണ്. ഇൻഡിക്കേറ്ററിന് സൂപ്പർ സൗണ്ടൊക്കെയാണ്. എവിടെ നിന്നാടാ പൈസ ഉണ്ടായോ? ഉണ്ട് ഇതാക്കണ് ഇവിടെ ഉണ്ട്. ഇത് മതി. ഓ ഇത് വലിപ്പം കൂടുതലാണ്. ഇതിൻ്റെ ചെറുത്തുണ്ടാകാം. ഇതോക്കാം. എന്നാ എത്രയാണ്? ഓഫ് കോഴ്സ് കാട്ടിയിരിക്കും. ഒന്നും കിട്ടിയില്ലെങ്കിലും കാണാം. എങ്ങനെ പോണം? കൊടിയിരിക്കാൻ പോണം. അങ്ങോട്ട് പോണേ കൊടിയിരി പോവാ. അപ്പോൾ പ്ലാൻ ചേഞ്ച് കൊടിയിരി. പോയിക്കോ ബുക്കല്ലേ.
അവിടെ റോഡ് വന്നു, ഇങ്ങോട്ട് വന്നില്ലല്ലോ. തേങ്ങ വണ്ടി വെറുതെ ഓഫ്. മറ്റേ വണ്ടി ഞാൻ നോക്കിയപ്പോൾ ചെയിൻ ആകെ ഡ്രൈ ചെയ്യാന്. അപ്പോൾ അതെടുത്ത് വരുമ്പോഴത്തേനും നേരം വേഗം. അതപ്പോൾ ഇതെടുത്ത ഈ മഴ ലൂബ് അടിച്ചാലും നിൽക്കൂല മഴ കാരണം. ഞാൻ കുറേ ഗിയർ ഓയിൽ ഇട്ട് നോക്കി, അത് നിൽക്കൂല. ഗിയർ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ പോയി വരുമ്പോൾ ഉള്ളിൽ തന്നെ ചെയിൻ ഡ്രൈ ആയിട്ട് ഭയങ്കര ടൈറ്റാവാണ് ഗിയറൊക്കെ. ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ അടിച്ചതിൻ്റെ മേലെ സ്പ്രേ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണം, ലൂബ് ചെയ്തുകൊണ്ട് നിൽക്കണം. ഊയോ, ഇപ്പം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞ മറ്റേ തോടിലോട്ട് പറഞ്ഞു. ഇപ്പോൾ കൊടിയിലോട്ടാണ്. കൊടിയിരിക്കാണെങ്കിൽ അത് എടുത്താൽ മതിയേനെ. എടാ ഇവിടെ നിന്നാണ് വണ്ടി പോവോ? വണ്ടി എന്തൊരു മര്യാദ ഇല്ലാത്ത പോക്കൊക്കെ പോകും. അങ്ങോട്ട് പോവടാ. മറ്റേ വണ്ടി എടുത്താൽ മതി ഇനിയല്ലേ? എടുത്തിട്ട് വന്നാലോ? എന്നാ നിങ്ങൾ നടക്ക്, അല്ലെങ്കിൽ ഒരാൾ കയറ്. ത്രില്ല്, അതെന്ത് ത്രിൽ? വേഗം വരാം, കയറ്. ഞാൻ മെല്ലെ മെല്ലെയാണ് ഞാൻ പോണത്. പക്ഷെ വണ്ടി ഒരു മര്യാദ ഇല്ലാതെ പോക്കോളെ. ഈ വണ്ടിന്റെ സ്കിഡായത് മറ്റേ ആ ചെളിയില്ലേ അവിടുന്ന് മാത്രം. ആ അങ്ങനെ വെയിറ്റ് ഇല്ല, ബേക്കിൽ വെയിറ്റ് ഇല്ലേ. അവൻ്റെ ബേക്കത്തെ ടയറാണെങ്കിൽ മൊട്ടയാക്കാനേക്കണേ. അതാണ് സ്കിഡാണ്. എനിക്ക് മനസ്സിലാണല്ലേ എന്താണ് സംഭവം, എനിക്കറിയില്ല. ആ ഞാൻ ഇനിയിപ്പോൾ മറ്റേ വണ്ടി ചെയിൻ ആകെ ഡ്രൈ ആയിട്ട് കിടക്കണേ, അതേ എടുക്കാൻ. ഇനിയിപ്പോൾ എന്തായാലും എടുത്തിട്ട് പോരാ. ഞാൻ ഇങ്ങോട്ടാന്ന് പറഞ്ഞല്ലോ, വെള്ളിമരത്തോടുക്കാന്നല്ല നിങ്ങൾ പറഞ്ഞേ. ആ മറ്റേ വണ്ടിയാണെങ്കിൽ പുതിയ നിലത്ത് കിടക്കാം. വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത വണ്ടിയല്ലേ, വലിയ ഹൈറ്റൊന്നും പറ്റൊന്നുമില്ല. നമുക്ക് ആദ്യം പോയിട്ടേ ലൂബ് എടുത്തോണ്ട് ലൂബ് അടിച്ചാണ്. ചെയിൻ പറ്റ ഡ്രൈ ആണ്. ഉമ്മ എന്തോ കാര്യമായിട്ട് പണിയിലാണ്. ഇല്ല ഈ വണ്ടി എടുക്കരുത്. എടാ ഇത് അങ്ങോട്ട് സൈഡ് കയറ്റിയിടും. ഈ ചെറിയ വണ്ടി അങ്ങോട്ട് സൈഡ് കയറ്റിയിട്. മുണ്ടല്ലേ ഒന്നുമില്ലമ്മ, പന വണ്ടിയിൽ ചെറിയാവും. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ഓഫ് റോഡിങ് ആണ്. മറ്റേ വണ്ടി കൊണ്ട് വരുമ്പോൾ വലിയ കുണ്ടുകളും വലിയ ചെളിക്കുണ്ടുകളൊക്കെ. ഇതുകൊണ്ട് പോകുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല, അറിയണില്ലെന്ന്.
അത് ഓരോ സെഗ്മെൻ്റ് അല്ലടാ. മറ്റേ വണ്ടി പറഞ്ഞാൽ ചുമ്മാ ഡെയിലി കമ്പ്യൂട്ടർ അല്ലേ, ഇതുപോലെ അല്ലല്ലോ. മൾട്ടിപർപ്പസ് അല്ലേ. സോ ഇനി ഇവിടുന്നാണ് നമ്മുടെ റിയൽ ഓഫ് റോഡിങ്. സെക്കൻഡ് ബോറടിച്ച് അങ്ങ് എത്തിയിട്ടുണ്ടാവും. പിന്നെ ഫ്രീ ഫയർ കയ്യിലുണ്ടെങ്കിൽ അത് റേഞ്ച് ഉണ്ടെങ്കിൽ അവന് വലിയ കുഴപ്പമുണ്ടല്ല. ഇല്ല, അവനെ നിർത്താണ്ട് റേഞ്ച് ഒന്നുമില്ല. ഫ്രീ ഫയർ അല്ല, ഉണ്ടയില്ലാത്ത തോക്കാണ് കയ്യിൽ കൊടുത്ത് പോവാ. റേഞ്ച് ഉണ്ടാവില്ല അല്ലേ ഫ്രീ ഫയർ കളിക്കാൻ? ഇറങ്ങി നോക്കിയാലോ എന്നാ, നോക്കിയാലോ പോലെ ഞാൻ ഇറക്കാം. ആ ഇടത്തേക്കല്ലേ? ചെറിയ റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ട് നമുക്ക്. തിരിച്ചു വരുമ്പോഴായിരിക്കും വൈബ്. ഈ സ്പീഡിലൊന്നും ആരൊന്നും തിരിച്ചു പോകുമ്പോണ്ടാവില്ല. പിന്നെ ചെറുക്കന്മാരുണ്ടല്ലോ തള്ളാനും പിടിക്കാനൊക്കെ. നമ്മൾ ABS ഓഫ് ചെയ്യാൻ മറന്നു. ഒക്കെ പോവാം നമുക്ക്. മറിയാനിപ്പോൾ ABS ഒന്നും വേണ്ട. അയ്യോ നല്ല ചേറായി കൊണ്ടേ. വണ്ടി പോകുന്ന വഴി കേട്ടോ. പിള്ളേരിവിടെ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ട് ചെറുത്. പിന്നെ ഇവിടെ പറമ്പൊക്കെയാണ്. ഈ മഴയായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇടിച്ച് പിടിച്ച് വരാം. ഈ ഒരു ചെറിയൊരു റിവർ ക്രോസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തുകൊണ്ടത്. അത്രേ ഉള്ളൂ. അതൊക്കെ തന്നെയാണ് ലൈഫ്. ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ ആവേശങ്ങളും. അങ്ങനെ നമ്മൾ ചാലിയാർ പുഴയുടെ തീരത്ത് എത്തി. പിള്ളേരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. എന്താ മീൻ പിടിക്കാൻ തോന്നണോ? കസ്റ്റം മെയ്ഡ് പാലൊക്കെ നല്ല എടാ തെന്നുണ്ട് കേട്ടോ. ഇത് പറയണ്ടേ? ഇവിടെ നിന്ന് അറിഞ്ഞായി കുളത്ത് കേട്ടോ കെട്ടണത്. നമുക്കിതെങ്ങനെ കെട്ടാൻ നോക്കാം. പണ്ട് ഉപ്പ കെട്ടാൻ പഠിപ്പിച്ചെന്നാ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു നോട്ട് ഇടണം. ജസ്റ്റ് ഒരു നോട്ട് ഇടുക, കുറച്ച് ലെങ്ത്ത് ഇപ്പുറത്തോട്ട് ഇടുക. എന്നിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുക, മേലെ പ്ലേസ് ചെയ്യുക. ചുമ്മാ അങ്ങനെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഈ ഒരു തല പുറത്തോട്ട് എടുത്തിട്ട്
ടൈറ്റായി. അത് നമ്മൾ ജസ്റ്റ് പല്ലുകൊണ്ട് കട്ട് ചെയ്തിട്ട് അറ്റം ഒന്ന് ഉരുക്കി കൊടുക്കണം, എന്നാലും അഴിഞ്ഞ് വരാതിരിക്കുള്ളൂ. കണ്ടോ, സൂപ്പറായില്ലേ? കെട്ട്. ഇതിൻ്റെ കെട്ടിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇപ്പോൾ ഓടിപ്പിച്ചു തന്നാ പണ്ട്. ഓക്കെ, ചെറുക്കന്മാരൊക്കെ ഫുൾ ഓൺ ഫുൾ പവറിൽ ചൂണ്ടിട്ടുകൊണ്ടൊക്കെയാണ്. ഒരാളിവിടെ, ഒരാൾ ദോ അവിടെ. ഞാൻ ഇറങ്ങാൻ പോകണം, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ചൂണ്ടയുടെ അറ്റത്ത് കുറച്ച് കോഴിക്കടൽ ഇട്ട് നോക്കാം. അത് ചോദ്യം, ഇത് ഞാൻ ബുക്ക് ചെയ്ത സ്ഥലമല്ലേ? ഇജിടുത്തില്ല ജിട്ടോ അവിടെ ഉണ്ടാവും, അവിടെ ഒഴിക്കുന്ന സ്ഥലമല്ലേ, ചിലപ്പോൾ ഉണ്ടാവും. നമ്മുടെ ഫസ്റ്റ് ചൂണ്ടയാണ്. ഈശ്വരാ ഭഗവാനെ, എന്നെ മാത്രം രക്ഷിക്കണേ. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് നമ്മൾ ചൂണ്ടിട്ട് കൊടുക്കുകയാണ്. ഞങ്ങളല്ലാതെ എല്ലാവർക്കും കിട്ടി, ഞങ്ങൾക്കൊരു തേങ്ങ കിട്ടില്ല. ചെറിയ മക്കളൊക്കെ വന്നിട്ട് സിലോപ്പിനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഇവനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഈരുത്തം അവിടെ മൂപ്പിനൊക്കെയാണ്. മൂപ്പിന് എത്ര നേരമായിട്ട് അവിടെ ഇരിക്കണമെന്ന് അറിയോ? ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ശ്രമം നമ്മൾ വല കൊണ്ട് കോരാൻ പോവാണ്. കിട്ടിയാൽ കിട്ടി, ഇറങ്ങി കോരാം. ഇത് നമ്മളെ വലക്കാരെ വരുന്നുണ്ട്. ഇനി വലയെങ്കിൽ വല. ഇത് ക്ഷമ വേണം, കട്ട ക്ഷമ. മടിയന്മാർക്ക് പറ്റും, പിന്നെ ക്ഷമ ഉള്ളവർക്കും. അങ്ങനെ ഇരുന്നാൽ മതി. ഇതല്ല, ഇതിലിറങ്ങല്ലേ സുഖം? ഇപ്പുറത്ത് കൂടെ ഇതിലിറങ്ങിയിട്ട് ഇതിലെങ്ങനെ വരാം? അനുവാക തേങ്ങ കിട്ടും, തേങ്ങ കിട്ടിയിട്ടേ വരുന്നുണ്ടായിരുന്നു. എങ്ങനെ ഇത് അലക്കുന്ന അങ്ങോട്ടല്ലേ? അവിടെ വരെ ആണ്ടനോ? ഒന്ന് കിട്ടി. എവിടെ? എന്തോ ഒരു പൊടിഞ്ഞ കിട്ടി. എടാ മീനടാ, കോല. എടാ മോന, കൊല. ഇതിന് ഇവന് ചൂണ്ടമ്പത് കുത്തിയില്ലെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കണ്ട. കിട്ടി നമുക്കും കിട്ടി. എടുത്തെടുത്തോ. കെട്ടടാ കെട്ടി. നമ്മള് കോരിയിട്ട് നമുക്ക് കിട്ടി. ഇനി കോരല് മാത്രമേ ഉള്ളൂ. നോ ചൂണ്ട നമുക്ക് പറ്റൂല. നമ്മളിഞ്ഞ് വല ഒന്നുകൂടി ശരിയാക്കാണ്. അത്യാവശ്യം കുഞ്ഞു മീനുകൾ. ഒരു കൊരൽ 4 കോര. അപ്പൊ നമുക്കൊരു 10 കോരൽ കോരാം. പവറേഷാക്കണം. ഓക്കെ, ഇരുട്ടായി. ഞങ്ങള് കോരി കുറച്ച് മീനെ കിട്ടി. മീനൊന്ന് കാട്ടിക്കാം. കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട്. ബാക്കി നമ്മളിനി മേലെ കുറച്ച് ഓഫ് റോഡിങ്ങും നമ്മൾ ഇറങ്ങിയ വഴി തിരിച്ച് കയറണം. അത് ഓർക്കുമ്പോഴാണ് ഇരുട്ടായി. നല്ല തെന്നലായിനെ അവിടെ നോക്കാം. നാളെ വന്ന് ബൈക്ക് എടുക്കേണ്ടി വരും.
ശരി. അപ്പം മേലെ ഒന്ന് കാണാം. ഓക്കെ, ഇനി ബേക്ക് കിടക്കാതെ വയ്യ, കേറിപ്പോയി മുന്നിക്ക്. എൻ്റെ പഠിച്ചോരെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ കണ്ട ആ ഒരു ബ്രിഡ്ജല്ല മരം വീട് വെക്കണേ, അതിലൂടെയാണ് പോയിക്കൊടുക്കണത്. കാലി കഴിഞ്ഞാൽ താഴെ ഇത് കേരള ബുദ്ധിമുട്ടായി കയറും. മെല്ലെ വീണാലും കുഴപ്പമില്ല, സാമാനം പോയിരുന്നാ മതി. കാണില്ല വീണ വീഡിയോ ആണല്ലോ, കണ്ടന്റ് വേണ്ടേ. ഓക്കെ ഗൈസ്, നമ്മൾ ഇറങ്ങുകയാണ് ഇവിടുന്ന്. അവരിപ്പോൾ അങ്ങോട്ട് പോയി, അവരാണെന്താ പോകുന്നത്. നല്ല ഇരുട്ടായി. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ആ വലിയ ആ ഒരു പടുകുഴി കയറണം. ചിലപ്പോൾ ഞാനിന്ന് ഇവിടെ കുറച്ച് സ്ഥലം മേടിക്കും, നമുക്ക് നോക്കാം. ഞാനവിടെ ഇറങ്ങിയെടുത്ത് കേട്ടോ. ആടിയാണ് പോണ്. എവിടെ? ആയിക്കോട്ടെ. ചെറുക്കന്മാർ ഹെൽപ്പ് എന്തായാലും വേണം, അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ മെല്ലെ എടാ മതി വീണത് മതി, കുണ്ടിയെല്ലാം പോച്ച്. ഇനി അപ്പം അടുത്ത കുണ്ടി പോകാൻ പോണത് എന്താ ഒരു ബേക്കിൽ തങ്ങിയ പോയിട്ടോ. ആ കാണില്ലേ, രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ടോ. പിടിച്ചില്ലേ? പിടിച്ചോണ്ടിട്ടോ. കാല് ചവിട്ടിയിട്ട് ഹലോ ഗൈസ്, നമ്മുടെ മീൻപിടുത്തം ഇവിടെ തീരാണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. കുറേ ചൂണ്ടിട്ടൊക്കെ നോക്കി, ഒരു തേങ്ങയും കിട്ടിയില്ല. അവസാനം ഞങ്ങൾ പിന്നെ വല കൊണ്ട് കോരുകയായിരുന്നു. നമ്മുടെ അനുവിൻ്റെ ഐഡിയയാണ്. എന്തായാലും സംഭവം കിടക്കി. സോ ഞങ്ങൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകുന്ന കുറച്ച് വിഷ്വൽസ് ഞാൻ അതിൽ എന്തായാലും ആഡ് ചെയ്യും. ഇതുപോലത്തെ നല്ല സൂപ്പർ കണ്ടന്റിന് വേണ്ടിയിട്ട് ഫോളോ മൈ ചാനൽ. സോ ബൈ സേ ബൈ എല്ലാവരും. ചേട്ടാ Alhamdulillah.